നീലിച്ച ആകാശത്ത് കാർമേഘം മൂടിക്കെട്ടി. മഴയുടെ വരവറിയിച്ചെന്നവണ്ണം ഇടിയും പൊട്ടി. ഒരു മഴക്കുള്ള കോളുണ്ടല്ലോ നീതു. ബസ് സ്റ്റോപ്പിലെ തിണ്ണയിലേക്കിരുന്നുകൊണ്ട് അവൾ തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു. മഴ പെയ്ത് ആകെ നനയില്ല പെണ്ണെ, ഇനി എന്താ ചെയ്യാ? ഇതിഹാസ് വരാനായില്ലേ? ഇറങ്ങാനാവുമ്പോൾ അച്ഛനെ വിളിക്കാം. ഇന്ന് നിന്റെ അച്ഛൻ ഓഫീസിൽ പോയിട്ടില്ലേ? ഇല്ല, കൈവേദനയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ടുണ്ട്. അത് മിക്കവാറും അമ്മയിട്ട് പുറത്തുള്ള അച്ഛൻ്റെ അടവാണെന്ന് എനിക്കും അമ്മക്കും അറിയാം. ദാ ഇതിഹാസ് വരുന്നുണ്ട്. നീതു പുറകിലേക്ക് നോക്കി പറഞ്ഞു. ബാഗ് എടുത്ത് അവൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നിന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബസ്. കണ്ടക്ടർ ഉന്തിത്തള്ളി അകത്തേക്ക് അയറ്റി വിട്ടു. ഒരു കമ്പിയിൽ പിടികിട്ടി. പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മത്തിയടിക്കിയ പോലെ പിള്ളേരുള്ളതുകൊണ്ട് ഒരു ബ്രേക്ക് പിടിച്ചാൽ പോലും അനങ്ങില്ല. നീതുവിൻ്റെ അടുത്ത് അല്പം വണ്ണമുള്ളൊരു സ്ത്രീയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവൾ സീറ്റിലിരിക്കുന്ന ചേച്ചിയുടെ മേലിൽ ചാഞ്ഞു നിൽക്കുകയാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഞെളിപിരി കൊള്ളുന്നുണ്ട്.